നമസ്കാരം, ഞാൻ ദീപ്തി. TUV റെയിൽ ആൻഡ് NAFE കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ്. വിധിയെഴുത്തിന് വേദിയൊരുങ്ങി. അകമനസ് തുറക്കാൻ കാത്ത് അരുവിക്കര. കൊണ്ടുപിടിച്ച പ്രചരണത്തിന്റെ കൊട്ടിക്കലാശം കഴിഞ്ഞ് ഇന്ന് നിശബ്ദ പ്രചരണം. നാളെ പോളിംഗ് സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെ. ഒരുക്കങ്ങൾ പൂർത്തിയാക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടുറപ്പിക്കാൻ അവസാന തന്ത്രങ്ങൾ മെനഞ്ഞ് സ്ഥാനാർത്ഥികളും നേതാക്കളും. കൂട്ടിയും കിഴിച്ചും കണക്കുറപ്പിക്കാൻ ആകെ വോട്ടുകൾ 1,85,216. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലേതിനേക്കാൾ 10,000 വോട്ടർമാർ ബൂത്തിലേക്ക്. അരുവിക്കര പിടിക്കാൻ അങ്കത്തട്ടിൽ 8 സ്വതന്ത്രർ ഉൾപ്പെടെ സ്ഥാനാർത്ഥികൾ 16 പേർ. കനത്ത കാവലിൽ 153 പോളിംഗ് സ്റ്റേഷനുകൾ. സ്ഥാനാർത്ഥികളിൽ താൽപര്യമില്ലെങ്കിൽ നോട്ട അഥവാ നൺ ഓഫ് ദി എബോവ് രേഖപ്പെടുത്താനും സൌകര്യം. വോട്ടെണ്ണൽ ചൊവ്വാഴ്ച രാവിലെ തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ. രാവിലെ 8-ന് തുടങ്ങുന്ന വോട്ടെണ്ണലിൽ ആദ്യ ഫലസൂചനകൾ 8:30-യോടെ. 10 മണിയോടെ അരുവിക്കരയുടെ അമരക്കാരനെ അറിയാം. നീട്ടിയെറിയുന്ന കുരുക്കുകൾ. യാത്രാരേഖാ വിവാദത്തിൽ കോൺഗ്രസിനെയും കുരുക്കിലാക്കാൻ ലളിത് മോഡി. ലണ്ടനിൽ വെച്ച് പ്രിയങ്ക ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് മോഡിയുടെ ട്വീറ്റ്. കൂടിക്കാഴ്ചയിൽ പ്രിയങ്കയ്ക്കൊപ്പം റോബർട്ട് വാദ്രയും. മോഡിയുടെ പുതിയ വെളിപ്പെടുത്തൽ തനിക്ക് യാത്രാരേഖ അനുവദിക്കുന്നതിനായി സത്യവാങ്മൂലം ഒപ്പിട്ട വസുന്ധരയുടെ രാജിക്കായി കോൺഗ്രസ് പ്രക്ഷോഭം ശക്തമാക്കുന്നതിനിടെ മോഡിയുടെ ട്വീറ്റിനോട് പ്രതികരിക്കാതെ കോൺഗ്രസ്. ലളിത് മോഡിക്കായി വസുന്ധര ഒപ്പിട്ട സത്യവാങ്മൂലം യാത്രാരേഖയ്ക്കുള്ള നടപടിക്രമങ്ങൾ ഇന്ത്യൻ അധികാരികൾ അറിയരുതെന്ന മുന്നറിയിപ്പോടെ വസുന്ധരയുടെ കുറ്റസമ്മതത്തോടെ വെട്ടിലായത് ഇതുവരെ പിന്തുണച്ച പാർട്ടി നേതൃത്വം. തെളിവുകൾ പുറത്തായ സാഹചര്യത്തിൽ വസുന്ധരയെ പിന്തുണയ്ക്കേണ്ടതില്ലെന്ന് പാർട്ടി നേതാക്കളിൽ ഒരു വിഭാഗം. വസുന്ധരയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിലൂടെ BJP സഹായിക്കുന്നത് ലളിത് മോഡിയെ എന്ന ആക്ഷേപവുമായി കോൺഗ്രസ്. ഉഷ്ണക്കാറ്റിന്റെ ഉലയിലുരുകി. മരണച്ചൂടിൽ വെന്തുരുകി പാകിസ്ഥാൻ. ഒരാഴ്ചയായി തുടർന്ന ഉഷ്ണക്കാറ്റിൽ മരണസംഖ്യ 1200 കടന്ന് ഉയരത്തിലേക്ക്. സിന്ധ് പ്രവിശ്യയിൽ മാത്രം മരണം 1000-ലേറെ. തീരാത്ത കെടുതികളിൽ കറാച്ചി. സിന്ധിൽ താപനില 47 ഡിഗ്രിക്ക് മുകളിൽ. പ്രവിശ്യയിൽ അടിയന്തരാവസ്ഥ തുടരുന്നു. രാജ്യം മുഴുവൻ അടിയന്തര ജാഗ്രതാ നിർദ്ദേശം. കറാച്ചിയിലേത് 10 വർഷത്തിനിടയിലെ കൂടിയ താപനില. വെന്തുരുകുന്ന ചൂടിന്റെ കാഠിന്യം കൂട്ടി വൈദ്യുതിക്ഷാമവും ജലദൌർലഭ്യവും. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ പാക് സൈന്യത്തിന് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ അടിയന്തര നിർദ്ദേശം. പൈതൃക ഭൂമിയിൽ വിമാനം പറപ്പിക്കാൻ. ആറന്മുളയിൽ വിമാനം പറപ്പിക്കാൻ ഉറച്ച് KGS ഗ്രൂപ്പ്. പരിസ്ഥിതി ആഘാത പഠനം നടത്താനുള്ള KGS ഗ്രൂപ്പിന്റെ അപേക്ഷ വനം പരിസ്ഥിതി മന്ത്രാലയം ഇന്ന് വീണ്ടും പരിഗണിക്കും. അപേക്ഷ പരിഗണിക്കുന്നത് പരിസ്ഥിതി വിലയിരുത്തൽ കമ്മിറ്റി. KGS ഗ്രൂപ്പിന്റെ അപേക്ഷ വീണ്ടും പരിഗണിക്കുന്നത് മന്ത്രാലയത്തിന്റെ പുതുക്കിയ അജണ്ടയിൽ. പഠനം നടത്താനുള്ള പുതിയ ഏജൻസിയെ തീരുമാനിച്ച വിവരം KGS ഗ്രൂപ്പ് മന്ത്രാലയത്തെ അറിയിച്ചിരുന്നു. പരിസ്ഥിതി ആഘാത പഠനത്തിനുള്ള പ്രാഥമിക നിർദ്ദേശം ഇന്നത്തെ യോഗത്തിലുണ്ടാകും. ആറന്മുള വിമാനത്താവളം വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയ്ക്ക് കൊണ്ടുവന്നത് അടിസ്ഥാന വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി. വ്യോമയാന മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും ആറന്മുള വിമാനത്താവളത്തിന് നേരത്തെ അനുമതി നിഷേധിച്ചിരുന്നു. KGS ഗ്രൂപ്പ് ആറന്മുളയിൽ നടത്തിയ ആദ്യ പാരിസ്ഥിതിക ആഘാത പഠനം ഹരിത ട്രിബ്യൂണൽ തള്ളിയിരുന്നു. TUV റെയിൽ ആൻഡ് NAFE കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.